വെൽക്കം ടു പ്ലാൻ സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ മൈക്രോബയോളജിയിൽ തന്നെ വരുന്ന വൈറസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും കൂടാതെ ബാക്ടീരിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. എക്സാംസിന് വൈറസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെറ്റ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, ദ വൈറസ് ഹാവിംഗ് സിംഗിൾ സ്ട്രാൻഡഡ് DNA ആസ് ഇറ്റ്സ് ജീനോം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് പാർവോ വൈറസ് ആണ്. വൈറസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നെഗറ്റീവ് സ്ട്രാൻഡ് RNA ഉള്ളത്, ഡബിൾ സ്ട്രാൻഡഡ് RNA, സിംഗിൾ സ്ട്രാൻഡഡ് RNA ഉള്ള DNA ഉള്ള ആൾക്കാർ, സിംഗിൾ സ്ട്രാൻഡഡ് RNA ഉള്ള ആൾക്കാർ, അതിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. എന്നാൽ മാത്രം എക്സാംസിന് ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. വൈറസിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, second questionലോട്ട് പോകാം. Which among the following is a negative sense virus? minus RNA virus. നെഗറ്റീവ് RNA വൈറസ് ആയിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് റാബീസ് വൈറസും ഇൻഫ്ലുവൻസ വൈറസും എന്താണ്? നെഗറ്റീവ് സെൻസ് വൈറസുകളാണ്. ഓക്കെ. Then third question, in a retrovirus, the protein encoded by GAG gene are. Okay, GAG gene ന്റെ peculiarities ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോന്നായിട്ട് നോക്കാം. മെംബ്രെയിൻ അസോസിയേറ്റഡ് ഓർ മെട്രിക്സ് പ്രോട്ടീൻസ് പ്രസന്റ് ആണ്, അത് ശരിയാണ്. Then second one, core envelope link, അതും കറക്റ്റ് ആൻസർ ആണ്. ദാൻ മേജർ ക്യാപ്സിഡ്സ്, ന്യൂക്ലിയോകാപ്സിഡ് പ്രോട്ടീൻസ്, ട്രാൻസ് മെംബ്രെയിൻ ഗ്ലൈക്കോപ്രോട്ടീൻസ്. ഈ 5 ക്യാരക്ടേഴ്സിൽ 1, 2, 3 ആൻഡ് 4 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ട്രാൻസ് മെംബ്രെയിൻ ഗ്ലൈക്കോപ്രോട്ടീൻ ഒഴിച്ച് ബാക്കിയൊക്കെ ഈ ഒരു റിട്രോ വൈറസിന്റെ ഗാഗ് ജീൻ എൻകോഡ് ചെയ്യുന്ന പ്രോട്ടീനുകളാണ്. ഓക്കെ, ഗാഗ് ജീൻ എൻകോഡ് ചെയ്യുന്ന പ്രോട്ടീനുകളാണ്. The next question, identify the true characteristics of viroids. Viroids പഠിക്കുമ്പോൾ viroids, prions, then mycoplasma, bacteriophages പോലെയുള്ള മൈക്രോബയോളജിയിലെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അതും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. അതിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ട്രൂ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? വൈറോയിഡ്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻ കോട്ട് ഇല്ലാത്ത ഒരു ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഏജന്റ് ആണ്. ഓക്കെ, ആൻസർ വരുന്നത് 2 and 3 ആണ്. ബി ആണ് ആൻസർ വരിക. ദേ ആർ ഇൻഫെക്ഷസ് ഏജന്റ് ദാറ്റ് ഇൻഫെക്ട് പ്ലാന്റ്സ്. ദേ ആർ ലാക്ക് എ പ്രോട്ടീൻ കോട്ട്. ഒരു പ്രോട്ടീൻ കോട്ട് ഈ ഒരു വൈറോയിഡ്സിൽ ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, question, identify the correct statement with respect to bacterial biofilms. Bacterial biofilms ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ബാക്ടീരിയയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫസ്റ്റ് വൺ ആണ്, ലിപ്പിഡ്സ് ആണ് ആ ഒരു ബാക്ടീരിയയുടെ EPSന്റെ മേജർ കമ്പോണന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ജെല്ലി മെട്രിക്സ് ആണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. ഒരിക്കലും ലിപ്പിഡ് അല്ല ബാക്ടീരിയൽ ബയോഫിലിമിന്റെ ഒരു ജെല്ലി മെട്രിക്സ് ഫോം ചെയ്യുന്നത് എന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഇതിന്റെ ആ ഒരു ബാക്ടീരിയയുടെയും സ്ട്രക്ചറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ആ ഒരു ആൻസറിന്റെ ഡിസ്കഷൻ നടത്തുന്നില്ല. ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഐഡന്റിഫൈ ദ വൈറസ് വിച്ച് പൊസസ് ബോത്ത് DNA ആൻഡ് RNA സീക്വൻസ്. മിക്കവാറും ഉള്ള എല്ലാ റിട്രോ വൈറസുകളിലും ഈ ഒരു DNA ആൻഡ് RNA സീക്വൻസസ് പ്രസന്റ് ആണ് കേട്ടോ. അതിന് ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ ല്യൂക്കോ വൈറസ് ആണ്. ല്യൂക്കോ വൈറസ് ആണ് RNA ആൻഡ് DNA സീക്വൻസ് പ്രസന്റ് ആയിട്ടുള്ള വൈറസ് എന്ന് പറയുന്നത്. The next question, which of the following are the reason for the occurrence of multi-drug resistance in microbial pathogens in India? Microbial pathogens ൽ multi-drug resistance ഉണ്ടാവാനുള്ള റീസൺസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഏതൊക്കെയാണ്? Taking incorrect doses of antibiotic to cure disease. Then പിന്നെ വരുന്നത് യൂസിങ് ആന്റിബയോട്ടിക്സ് ഇൻ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് മൈക്രോബിയൽ പാത്തജൻസിൽ മൾട്ടി ഡ്രഗ്, ഒന്നിൽ കൂടുതൽ ഡ്രഗ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവയിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ,
Next question, which of the following statements related to B. dello vibrio are true? ഈ ഒരു B. dello vibrio എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ബാക്ടീരിയ ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് ബി ആണ്. ഓക്കെ, 1ഉം 3ഉം 4ഉം ആണ് കറക്റ്റ്. ആക്ച്വലി ഈ ഒരു B. dello vibrio എന്ന് പറയുന്ന ഒരു എന്താ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ പ്രേ ചെയ്യുന്ന ഒരു പ്രിഡേറ്ററി ബാക്ടീരിയ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ യൂസ്ഡ് അതുകൊണ്ട് തന്നെ അവ മെയിൻ ആയിട്ട് എന്താ മെഡിക്കൽ സെറ്റിംഗ്സിലും എൻവയൺമെന്റൽ സെറ്റിംഗ്സിലും ഒക്കെ ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവയ്ക്ക് രണ്ട് രീതിയിലുള്ള ലൈഫ് സൈക്കിൾ കാണുന്നുണ്ട്. ഒന്ന് ഹോസ്റ്റ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളതാണ്, അതായത് ഹോസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു ഫേസും ഹോസ്റ്റിനെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫോമും ഈ ഒരു B. dello vibrio എന്ന് പറയുന്ന ഒരു വൈറസിന് കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിട്രോവൈറസ്. യെസ്, റിട്രോവൈറസിന് എക്സാമ്പിൾ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന റിട്രോവൈറസ് എന്ന് പറയുന്നത് HTLV1 എന്ന് പറയുന്ന എന്താ വൈറസ് ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് റോൾ ഡു ക്വാറം സെൻസിങ് മോളിക്യൂൾ പ്ലേ ഇൻ ബാക്ടീരിയൽ ബയോഫിലിംസ്? വീണ്ടും ബാക്ടീരിയൽ ബയോഫിലിംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ എക്സാംസിന് പ്രീവിയസ് ഇയേഴ്സ് ആയിട്ട് ചോദിച്ചിട്ടുള്ള വൈറസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ ആൻസർ വരുന്നത് എന്താണ്? They coordinate gene expression in response to population density. Okay, ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ കുറേ സെറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ടും HSST റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് ഒരു 3-4 ഡേയ്സ് ആയിട്ട് വലിയ രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ദെൻ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം. കൂടാതെ എക്സാംസ് അല്ലാതെ MSc BSc ദെൻ അതർ ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് സയൻസ് ഫീൽഡിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ക്ലാസ്സുകളും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.